നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിഫ്റ്റി 22,556 വരുന്നതെന്ന് ചോദിച്ചു. ഇന്ന് വന്നു, അതിന് മുകളിലും പോയി. സോ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സാറേ ആ വീഡിയോ കണ്ട് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു, പ്രോഫിറ്റ് കിട്ടി, ആ ഐഡിയ ക്ലിയറായി, താങ്ക് യു സാർ എന്ന് പറഞ്ഞ് കുറേ മെസ്സേജ് എനിക്ക് കിട്ടി വാട്സാപ്പിൽ. അത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. സോ നിങ്ങളെ മാർക്കറ്റ് പ്രൊഫൈൽ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക്, പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് കൊടുക്കുക. നമ്മളെ ചാനലിലെ വീഡിയോസ് കൊടുത്തതിന് ശേഷം ഈ വീഡിയോസും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് സജസ്റ്റ് ചെയ്യുക. അവർക്ക് ആൾക്കട്ടെ, അവർക്ക് പ്രയോജനപ്പെട്ടിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. സോ നമ്മുടെ മാർക്കറ്റ് പ്രകാരം നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു. നമുക്ക് 22,323 ഇന്നലെ വന്ന ഒരു എഫ് ഉണ്ടായിരുന്നു. ആ എഫ് ഐയുടെ പ്രകാരമുള്ള ഒരു മോളിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചു. അത് പ്രകാരം അവ എന്ത് ചെയ്യും, 22,323 താഴെ വന്നാൽ മാത്രമേ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സെല്ലിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു, മാർക്കറ്റ് ഇറങ്ങാതെ നിൽക്കുകയും അതിനുശേഷം നമ്മളെ മാർക്കറ്റ് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഇവിടുന്ന് ഇന്ന് ഗ്യാപ് ഡൗൺ വരികയും ആ ഗ്യാപ് ഡൗൺ തിരിച്ച് കയറി അവിടുന്ന് ആ നിമിഷം തന്നെ വിത്തിൻ സെക്കൻഡ്സ് തന്നെ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോവുകയും ചെയ്തു. എഫ് ഐ ടാർഗറ്റ് നെഗേറ്റായി പോവുകയും തിരിച്ച് കയറി 462 വരെ പോയി. ഇന്നലത്തെ POCയുടെ ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത് അവിടുന്ന് വീണ്ടും ഒരൊറ്റ അടി അടിച്ച് വീണ്ടും 343 ആ ഭാഗം വരെ വന്ന് പിന്നെ തിരിച്ച് ഒറ്റ ഈ ക്യാൻഡിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വിത്തിൻ സെക്കൻഡ്സിൽ മിനിറ്റ്സിൽ കയറി പോവുകയും ചെയ്തു. എന്നിട്ട് 462 മുകളിൽ 463 മുകളിൽ നമ്മളെ 510 515 അതിന് മുകളിൽ 556 അതിന് മുകളിൽ ഏതുവരെ പോന്നു, 646 ഏകദേശം ആ ലെവൽ വരെ നിഫ്റ്റി ഫ്യൂച്ചർ വരികയും 575 നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്ത് ജയിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ക്ലിയർലി പറയുകയാണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഡേ ആണ് നിഫ്റ്റിയുടെ കറണ്ട് മന്ത് ഫ്യൂച്ചർ. നെക്സ്റ്റ് മന്ത് അല്ല, പകരം കറണ്ട് മന്ത് ഫ്യൂച്ചർ ക്ലോസ് ആയിരിക്കുന്നത് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഡേ ആണ് ക്ലോസ് ആയത്. ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഡേ ആണ്. അത് കൂടാതെ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ട്രെൻഡിങ് മൂവാണ് വരുന്നത്. ഇന്നത്തെ ഈ ഒരു ലോയിൽ നിഫ്റ്റി വീണ്ടും ഒരു ഫെയിൽഡ് ഓപ്ഷൻ തരികയും ഈ മുകളിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ തരികയും ഈ ഫെയിൽഡ് ഓപ്ഷൻ നെഗേറ്റ് ആവുകയും ഇവിടെ ഈ താഴെ വന്ന ഈ ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റ് തരികയും ചെയ്തു. അപ്പോൾ നമുക്കിനി ഒരു ടാർഗറ്റ് പെൻഡിങ് ഉണ്ട്. ഈ നെഗേറ്റ് ചെയ്ത ഫെയിൽഡ് ഓപ്ഷൻ ടാർഗറ്റായ 22,704 ആണ് നമ്മുടെ കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചറിൽ ടാർഗറ്റ്. പക്ഷേ കറണ്ട് മന്തും നെക്സ്റ്റ് മന്തും തമ്മിൽ ഏകദേശം 70 പോയിൻറ്റ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത് 22,783 വരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ ഞാൻ ക്ലാപ്ഷൻ വെച്ചത്. സോ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ ക്ലാരിറ്റി കിട്ടും, നിഫ്റ്റിയിൽ എങ്ങനെ പോകുന്നു, എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടും. സോ നമ്മൾ ഈ കാണുന്നതാണ് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നിഫ്റ്റി ഇന്ന് താഴോട്ട് വരികയും അവിടെ നിന്ന് കയറിപ്പോവുകയും ഇന്നലത്തെ POCയുടെ ഭാഗത്തുനിന്നും വന്നതിന് ശേഷം സി പീരീഡിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചു. തിരിച്ചത് ഡി പീരീഡിൽ തിരിച്ച് താഴെ ഇറങ്ങി ഈ ഫെയിൽഡ് ഓപ്ഷൻ കൺഫേം ആയി. എന്നിട്ട് നിഫ്റ്റി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ താഴത്തെ ലെവലിൽ നിന്ന് ഒരു കഴിഞ്ഞ പോയ തിങ്കളാഴ്ചയുടെ നമ്മുടെ സ്പൈക്കിൻ്റെ ലോയുടെ ഭാഗത്തുനിന്ന് തിരിച്ച് റിവേഴ്സ് പോവുകയും ഈ ഇവിടെ ഈ താഴെ വന്ന ഫെയിൽഡ് ഓപ്ഷൻ 22,317 വന്ന ഈ ഫെയിൽഡ് ഓപ്ഷൻ കൺഫേം ആയി 528 എന്ന ടാർഗറ്റ് തരികയും ഈ ഭാഗത്ത് 528 എന്ന ടാർഗറ്റ് തരികയും ഈ വന്ന ഫെയിൽഡ് ഓപ്ഷൻ നെഗേറ്റായി അതിൻ്റെ ടാർഗറ്റ് ഇപ്പം തരാതെ പെൻഡിങ് നിൽക്കുകയാണ്. സോ ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഡേ ആണ് നിഫ്റ്റി. ഇന്നത്തെ POCയും VWAPും വളരെയധികം താഴത്തെ ലെവലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ POC നിൽക്കുന്ന 22,410 എന്ന ലെവലിലും VWAP നിൽക്കുന്ന 22,482 ലെവലിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഡേ ആയതുകൊണ്ട് നാളെ ചെറിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ചെറിയൊരു മൈനസിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ കൂടെ കറണ്ട് മന്ത്, പക്ഷേ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചറിൽ കുറച്ച് ഡിമാൻഡുകൾ കണ്ടതുകൊണ്ട് നമുക്ക് നാളെ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കും മാക്സിമം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. നമ്മുടെ ഈ കറണ്ട് മന്ത് ഫ്യൂച്ചറിൽ പ്രകാരം 22,704 ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നവിടുന്ന് ഈ 22,574 മുകളിൽ നിൽക്കുന്നിടത്തുള്ള കാലം നിഫ്റ്റിയെ സംബന്ധിച്ച് 22,675 എന്ന ഈ ഫസ്റ്റ് ടാർഗറ്റും ഈ 22,705 മുകളിൽ ഈ 22,710 അതിന് മുകളിൽ ഈ POC ആയ 22,785 നമ്മുടെ ടാർഗറ്റ്. സോ ഇനി താഴോട്ട് വരികയാണെങ്കിൽ 22,575 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഈ സിംഗിൾ പ്രിൻ്റ് ഏതാണ് 22,515 അതിന് താഴെ ഈ 466 അതിന് താഴെ ഈ 482 നമുക്ക് ഇമ്പോർട്ടാണ്. VWAP അത് ഇമ്പോർട്ടാണ്. 482 അത് താഴെ 466 അതിന് താഴെ ഈ POC ആയ 22,410 വരാനും ഈ 410 താഴെ നമുക്ക്
വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ 322 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ടാണ് നമുക്ക് 410 താഴെ നിഫ്റ്റിയിൽ വരുന്നത്. സോ ഇനി മുകളിലോട്ട് പറഞ്ഞ ലെവലും മനസ്സിലായല്ലോ. മുകളിലത്തെ എത്രയാണ്? 575 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം 672 എന്ന് പറഞ്ഞ 75 എന്ന് പറഞ്ഞ ഈ ലെവലും, അതിന് മുകളിൽ നമ്മളെ സംബന്ധിച്ച് 708ഉം, അതിന് മുകളിലാണെങ്കിൽ 785 എന്ന് പറഞ്ഞാൽ 84 എന്ന് പറഞ്ഞാൽ ഈ POC വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അതൊന്ന് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് മാർക്ക് ചെയ്ത് വെക്കണം, നിങ്ങൾക്ക് ഉപകാരപ്പെടാനും പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എങ്ങനെയാണ് നമുക്ക് കൃത്യമാക്കുക. ഈ നമ്മളെ POC നമുക്ക് ഈ മുകളിലെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് മുകളിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ POC എത്രയാണ്? 22,410 ആണ് ഇന്നത്തെ POC. കുറച്ച് താഴോട്ട് കൊണ്ടുപോകണം. 410 ഇന്നത്തെ POC കിടക്കണം. സോ നമുക്ക് ആ POC നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. നമുക്ക് കുറച്ചും കൂടെ പ്രയോജനപ്പെടും ആ POC. എന്നതിന് ശേഷം നമുക്ക് അതിന് മുകളിലാണെങ്കിൽ നമ്മൾ 574. സോ 410 570 നിൽക്കുമ്പോൾ ഇവിടെ ഒരു 510 എന്നൊരു സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ടും. പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് 574 നമ്മളെ സപ്പോർട്ട് ഇവിടെയാണ്. എത്രയാണ്? 5 ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 510 ആണ്. ഓക്കെ, 510. ഓക്കെ, അതിന് മുകളിൽ നമ്മളെ സംബന്ധിച്ച് 488 എന്ന് പറഞ്ഞാൽ ഈ POC VWAP, അതിന് താഴെ ഈ സപ്പോർട്ടും, അതിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലോയ് 318 ഈ ലോയാണ്. ഇനി മുകളിലോട്ടാണെങ്കിൽ ടാർഗറ്റ് ഫസ്റ്റ് വരുന്നത് 646, സെക്കൻഡ് വരുന്നത് 646 അല്ല 646, സെക്കൻഡ് 675 ആണ്. ഓക്കെ, അതിന് മുകളിൽ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ 708 എന്ന് പറഞ്ഞ ഈ ഒരു ടാർഗറ്റ് നമുക്ക് അത് ഉണ്ട്. അതിന് മുകളിൽ അടുത്ത വരുന്നത് എത്രയാണ്? നമുക്ക് അതിൻ്റെ അടുത്ത മുകളിൽ 783 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞ 784 എന്ന ഈ ലെവൽ. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ രീതിക്കാണ് നിഫ്റ്റി നമുക്ക് നോക്കേണ്ടത്. സോ ഇതൊരു POC ആണ്, ഇതൊരു POC അല്ല, ഇതൊരു സപ്പോർട്ടാണ്. നമുക്കത് കൃത്യമാണ്. ഇതൊരു സപ്പോർട്ട് എന്താണ്? ഇതിൻ്റെ കളറ് നമുക്കിതൊന്ന് മാറ്റണം. ഇതിൻ്റെ കളറെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ വന്ന് നമുക്കൊന്ന് മാറ്റി പച്ചയാക്കണം. സോ സപ്പോർട്ടാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റികൾ. ഇപ്പം ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ പോണ സമയത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വേണ്ട വ്യക്തത എന്ന് പറഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയിരുന്നു. അതായത് ബാങ്ക് നിഫ്റ്റി താഴെ മാർക്കറ്റ് ഏകദേശം നല്ല ഗ്യാപ്, ആക്സിസിൻ്റെ റിസൾട്ട് നല്ലധികം പോസിറ്റീവായിരുന്നു. പക്ഷേ കോട്ടയ്ക്ക് ഇന്ന് 12% കോട്ടയ്ക്ക് അടിച്ചിട്ട് പോലും ബാങ്ക് നിഫ്റ്റി അധികം വീക്കായില്ല. ആ ഒരു ചെറിയൊരു ന്യൂസ് ഗ്യാപ് ഡൗൺ വന്നിട്ട് കൂടെ എന്ത് ചെയ്തു വെച്ചാൽ, ഇന്നലത്തേക്കും അതായത് കഴിഞ്ഞ 23-ാം തീയതിയുള്ള POCയുടെ ഭാഗത്ത് നിന്ന് ഒരു ഏപ്രിൽ സിംഗിൾസ് ഉണ്ടല്ലോ, നമുക്ക് ഇന്നലത്തെ PCയുടെ പ്രൊഫൈലിൽ ഏപ്രിൽ സിംഗിൾസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് കയറുകയും ഇന്നലത്തെ POCക്ക് മുകളിൽ അവൻ വന്ന് ഇന്ന് എന്ത് ചെയ്തു, ഏകദേശം ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റായ നമ്മുടെ ഈ POCയുടെ ഭാഗത്ത് വന്ന് റിവേഴ്സ് ചെയ്തു 643 ക്ലോസ് ചെയ്തിരുന്നത് ബാങ്ക് നിഫ്റ്റി. സോ നമ്മളെ സംബന്ധിച്ച് ഇനി ഫ്രഷ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ 743 എന്ന് പോകുന്ന ഇതിന് മുകളിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 975 എന്ന ഈ POCക്കും അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് 49,048 എന്ന ടാർഗറ്റും വരും. അതിന് മുകളിൽ സ്കൈ ഈസ് ഹൈ എന്നൊരു വാക്ക് നിങ്ങൾക്ക് പ്രയോജിക്കാം. ഇനി താഴോട്ട് ആണെങ്കിൽ ഇന്നത്തെ 643ക്ക് താഴെ നിൽക്കുന്നിടത്തോളം കാലം 643ക്ക് താഴെ വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ ഈ 532ഉം അതിന് താഴെ സെക്കൻഡ് ടാർഗറ്റ് എന്ന നിലയിൽ 440 എന്ന് പറഞ്ഞ ഈ ലെവലും അതിന് താഴെ ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 367 സപ്പോർട്ട് ചെയ്യും. നമുക്കിന്ന് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആയതുകൊണ്ട് ഇന്നത്തെ POCക്ക് വളരെയധികം ഒരു സപ്പോർട്ട് തരാൻ പറ്റും. ഇന്നത്തെ POCയുടെ VWAPൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ 448 440 48 367 ഭാഗത്ത് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ബൈയിങ് ലെവലിൽ നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. അത് കൂടാതെ എന്തുപറ്റി ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലെ ഇന്നത്തെ POCയുടെ ഭാഗം നമുക്ക് വളരെയധികം ഒരു സപ്പോർട്ട് തരും. ഡിമാൻഡ് സോണാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇന്ന് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൻ്റെ GDP വന്ന് 1.6 ആണ്, വളരെയധികം നെഗറ്റീവാണ് വന്നത്. കൂടാതെ അമേരിക്കൻ മാർക്കറ്റ് 1-2 ന്യൂസുകളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ടാണ്, അവിടെ ടാക്സേഷൻ 1-2 കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവഞ്ച്വലി അമേരിക്കൻ മാർക്കറ്റിലെ ഈ ഒരു GDP ഇത്രയും ലോയിൽ വരുന്നത് കൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും റിസഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ റിസഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫെഡറൽ റിസർവ് നിർബന്ധിതമായിട്ടും റേറ്റ് കട്ടിലേക്ക് അവർ മാറേണ്ടി വരും. കാരണം അവർക്ക് ഇൻഫ്ലേഷൻ അല്ല, നമ്മളെ GDP ഒന്നതാണ് കുറഞ്ഞ്. അപ്പോൾ GDP കുറഞ്ഞ്
കുറഞ്ഞതുകൊണ്ട് 1.6 GDP വന്നത്. ആ GDP ഒത്തിരി വളരെ അമേരിക്കൻ എക്കണോമി കോൺട്രാക്റ്റ് ആവുകയാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാവും. ലിക്വിഡിറ്റി ക്രൈസിസ് കൂട്ടാൻ വേണ്ടി അമേരിക്കൻ ഫെഡറൽ റിസർവ് എന്ത് ചെയ്യും? ചിലപ്പോൾ എൻ്റെ ഒരു കണക്കുകൂടൽ വെച്ച് മാക്സിമം പോയി അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സോ അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ ഇനിയുള്ള നീക്കങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും അമേരിക്കൻ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചും മൂവ്മെൻറ്റ് വരുന്നതിനെക്കുറിച്ചും അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ മാർക്കറ്റ് പോകുന്നത്. പക്ഷേ നമ്മുടെ GDP-യെക്കുറിച്ച് നിങ്ങൾ പേടിക്കാൻ വേണ്ട. അമേരിക്കൻ GDP ആണ്. സോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ GDP നമ്മളിപ്പോഴും നല്ലൊരു പോസിറ്റീവ് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ നിന്നുള്ള ഫോറിൻ ഫണ്ട്സുകൾ അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഫണ്ട്സുകളൊക്കെ നമ്മളിലേക്ക് റീറൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം ഇന്നത്തെ ഫിഗറൊക്കെ ഇന്നത്തെ ഫിഗറൊക്കെ FI സെല്ലിംഗ് ആണ് കൂടി നമുക്ക് നോക്കേണ്ട. ഇനി വരാൻ 3 ദിവസങ്ങളിൽ FIയുടെ ബൈയിങ് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് റീറൂട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ. ഞങ്ങളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ട്രേഡിംഗ് ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുക്കുക. നമ്മുടെ ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ മെൻറ്റർഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ലൈവ് ട്രേഡിംഗ് റൂമിനെ കുറിച്ചോ എന്തെങ്കിലും അറിയുന്നതിന് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.